80ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയൊരു വാക്ക് പ്രയോഗിച്ചു. ദിമാഗി നക്സൽ. 80ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ 50 തവണയെങ്കിലും നരേന്ദ്രമോദി ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആയുധം കയ്യിലില്ലാതെ ബുദ്ധി കൊണ്ട് രാജ്യത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നയങ്ങളെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നക്സലുകൾ, അവരെയാണ് ദിമാഗി നക്സൽ എന്ന് മോദി വിശേഷിപ്പിച്ചത്. കാട്ടിൽ തോക്കുപിടിച്ച നക്സലുകളെക്കാൾ ഭയപ്പെടേണ്ട നഗരത്തിലും മറ്റും ജീവിക്കുന്ന ബുദ്ധിജീവികളായ നക്സലുകളെയാണ് എന്നാണ് പ്രസംഗത്തിൽ മോദി പറഞ്ഞത്. മോദിയുടെ ദിമാഗി നക്സൽ പ്രയോഗം ബുദ്ധിജീവികളായ സർക്കാരിനെയും കോടതി ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പലരെയും ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. 80ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ 50 തവണയെങ്കിലും മോദി ദിമാഗി നക്സൽ എന്ന പദം ആവർത്തിച്ചു എന്നാണ് രാജ്ദീപ് സർദേശായി കുറ്റപ്പെടുത്തിയത്. മോദി വിരുദ്ധ ജേർണലിസ്റ്റാണ് അദ്ദേഹം. CJP അനുകൂലിച്ച് പല മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചാരണം അഴിച്ചുവിടുന്ന ഒരു വ്യക്തിയാണ് രാജ്ദീപ്. എന്തായാലും രാജ്ദീപ് സർദേശായി ദിമാഗി നക്സലിൽ പെടുന്നുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നത്. ഈ ദിമാഗി നക്സലുകളുടെ കയ്യിൽ ആയുധമില്ല, പകരം ബുദ്ധിയാണത്രേ അവരുടെ ആയുധം. ഇതുപയോഗിച്ച് അവർ രാജ്യത്തിന്റെ നയങ്ങളെയും പൊതു ചർച്ചകളെയും ഭരണകൂട സ്ഥാപനങ്ങളെയും അട്ടിമറിക്കാൻ നടക്കുകയാണ്. ഇവരെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്നാണ് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. മോദി ഇതുപോലെ പല വാക്കുകളും പല കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ആന്തോളൻ ജീവി, ഖാൻ മാർക്കറ്റ് ഗ്യാങ് തുടങ്ങിയവ അതിൽ ചിലതാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദിമാഗി നക്സൽ. ഇങ്ങനെയാണ് രാജ്ദീപ് സർദേശിയുടെ പ്രതികരണം. പക്ഷെ മോദി പറഞ്ഞ ഓരോ വാക്കുകളും കുറിക്ക് കൊള്ളുന്നതായിരുന്നു. ആന്തോളൻ ജീവി എന്നത് സമരം മാത്രം തൊഴിലായി നടക്കുന്ന രാഷ്ട്രീയക്കാരെയാണ്. ഖാൻ മാർക്കറ്റ് ഗ്യാങ് എന്നത് മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം മാത്രം തൊഴിലാക്കിയ ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസ് നേതാക്കളെയും ചേർത്ത് വിളിക്കുന്ന പദമാണ്. തുക്ഡേ തുക്ഡേ ഗ്യാങ് എന്നത് ഇന്ത്യ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്ന JNUവിലെ ഇടതു വിദ്യാർത്ഥികളും ഇസ്ലാമിക ഭീകരരെയും ഖാലിസ്ഥാൻ വാദികളെയുമാണ്. അങ്ങനെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളെ വിശേഷിപ്പിക്കാൻ മോദി പല സമയത്ത് നടത്തിയ കുറിക്കുകൊള്ളുന്ന പദപ്രയോഗങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതായിട്ടാണ് ദിമാഗി നക്സൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. നരേന്ദ്രമോദി നടത്തിയ ദിമാഗി നക്സൽ എന്ന പരാമർശത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകാൻ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രതിപക്ഷ നേതാക്കളെ ഉദ്ദേശിച്ചല്ല. ആരെയാണ് ദിമാഗി നക്സലുകൾ എന്ന് വിളിക്കേണ്ടതിന് 4 പ്രധാന ക്രൈറ്റീരിയയും അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിവാദപരമായ പരാമർശം. കാടുകളിൽ ആയുധമേന്തിയ നക്സലുകളെ സുരക്ഷാ സേന വധിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്തിട്ടുണ്ട് എങ്കിലും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇനിയും ദിമാഗി നക്സലുകൾ അവശേഷിക്കുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്നും എങ്കിൽ മാത്രമേ രാജ്യത്തെ യുവാക്കളെ വികസിത ഭാരതത്തിലേക്ക് നയിക്കാനാകൂ എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ പരാമർശം പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടാണ് എന്ന് ആരോപിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ രംഗത്തെത്തിയതോടെയാണ് കിരൺ റിജിജു എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വിശദീകരണം നൽകിയത്. പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെക്കുറിച്ചല്ല സംസാരിച്ചത്, രാജ്യവിരുദ്ധ ചിന്താഗതി ഉള്ളവരെയാണ് ഈ ഗണത്തിൽ പെടുത്തിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാവോയിസ്റ്റുകളെ പിന്തുണയ്ക്കുക, ഇന്ത്യൻ ഭരണഘടനയെ തള്ളികളയുക, അങ്ങനെയുള്ളവർ, വിഘടനവാദികളെ പിന്തുണയ്ക്കുകയും ആർട്ടിക്കിൾ 370 അനുകൂലിക്കുകയും ചെയ്യുന്നവർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താൻ ചിക്കൻസ് നെക്ക് ഇടനാഴി മുറിച്ചു മാറ്റണം എന്ന് വാദിക്കുന്നവർ, അവരെയാണ് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ രൂക്ഷമായ മറുപടിയാണ് കോൺഗ്രസ് നേതാക്കൾ നൽകിയത്. താൻ ഒരു ദിമാഗി നക്സലായതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് മുതിർന്ന നേതാവ് P. ചിദംബരം എക്സിൽ എത്തിയിട്ടുണ്ട്. മുൻപ് അർബൻ നക്സൽ എന്ന പദം ഉപയോഗിച്ച പോലെ വിമർശകരെ അടിച്ചമർത്താനും അധിക്ഷേപിക്കാനും സർക്കാർ ഉണ്ടാക്കിയ പുതിയ പദപ്രയോഗമാണിത് എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശും ആരോപിച്ചത്. എന്തായാലും ദിമാഗി നക്സലുകളെ സൂക്ഷിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു പരാമർശം, അതിന് ഇപ്പോൾ വലിയ പ്രചാരമാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.